ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2017 മോഡൽ ബജാജ് ഡോമിനർ 400-ൽ എനിക്കിഷ്ടപ്പെടാത്ത 15 കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഞാൻ ഓൾറെഡി എനിക്കിഷ്ടപ്പെട്ട 15 കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം എന്തുകൊണ്ട് എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തുകൂടാ എന്ന് തോന്നിയതുകൊണ്ടാണ് ഇന്നത്തെ ഈ വ്ളോഗ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ടും പറയുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസാണ്, അല്ലാതെ ഈ വണ്ടിയെ കുറ്റം പറയുന്നതേ അല്ല. ഈ ഫീച്ചേഴ്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും കൂടെ ഈ ബൈക്കിൽ ഉണ്ടായിരുന്നെങ്കിൽ വണ്ടിയുടെ ഓവറോൾ പെർഫോമൻസും കാര്യങ്ങളും കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയാനേ എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് എനിക്കിഷ്ടപ്പെടാഞ്ഞത് ഈ വണ്ടിയുടെ വിൻഷീൽഡാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബേസിക്കലി ഞാനിതൊരു വിൻഷീൽഡായിട്ട് കണക്കാക്കുന്നേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മീറ്റർ കൺസോളിന് ചുറ്റിനുള്ള ഫൈബർ പാർട്സിൻ്റെ വൃത്തികേട് കവർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കവറിങ് എന്നുള്ള രീതിയിൽ ഈ ഗ്ലാസ് പീസ് അല്ലെങ്കിൽ ഈ ഫൈബർ പീസിനെ ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഒരു ടൂറിംഗ് മെഷീൻ എന്ന് പറഞ്ഞതൊക്കെ വണ്ടിക്ക് ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഈ ഒരു സാധനം എന്തിനാണ് കൊടുത്തതെന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും കൊടുത്തു, എന്നാൽ കുറച്ചും കൂടെ വലുത് കൊടുക്കാമായിരുന്നു ഉള്ള അഭിപ്രായം എനിക്കുണ്ട്. രണ്ടാമതായിട്ട് എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാഞ്ഞത് ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റാണ്. ഡോമിനറിൻ്റെ പരസ്യം നിങ്ങൾ കുറേ പേരെങ്കിലും ശ്രദ്ധിച്ച് കാണും. ഡോമിനേറ്റ് ദ നൈറ്റ് എന്നായിരുന്നു അതിൻ്റെ ടാഗ് ലൈൻ കൊടുത്തിരുന്നത്. പക്ഷേ ആ ടാഗ് ലൈനും ഈ ലൈറ്റിൻ്റെ പെർഫോമൻസും തമ്മിലൊരു ബന്ധമില്ലാത്തതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓഫ് കോഴ്സ് ബ്രൈറ്ററാണ് അത്, പക്ഷേ ഓപ്പോസിറ്റ് വരുന്ന ഒരാൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നുള്ളൂ. ഒരു റൈഡർ എന്നുള്ളൊരു വ്യൂ പോയിൻ്റ് നോക്കുമ്പം അത്രത്തോളം പെർഫോമൻസ് ഈ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓഫ് കോഴ്സ് വൈറ്റ് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗി ഏരിയയിലോട്ട് പോകുമ്പം ഒരു ഫോഗ് ലാമ്പ് എക്സ്റ്റേണൽ ആയിട്ട് വെക്കേണ്ട ആവശ്യവും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗ് കയറുന്ന ഒരു ടെൻഡൻസി കാണിച്ചിട്ടുണ്ട്. അത് വലിയൊരു കാര്യമല്ല. ഒരു 10-30 km/h 10 മിനിറ്റോളം ഓടിച്ച് കഴിയുമ്പോൾ അത് നോർമലി വാനിഷായി പൊക്കോളും. അതത്ര സീരിയസ് ഇഷ്യൂ അല്ല. ഡിസ്ലൈക്കിനകത്ത് ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അടുത്തതായിട്ട് എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാഞ്ഞത് ഈ വണ്ടിയുടെ സ്റ്റോക്ക് ഹാൻഡിൽ ഗ്രിപ്പാണ്. അത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു ഗ്രിപ്പില്ലാത്ത ഗ്രിപ്പാണിത്. 2, കുറച്ച് നാളത്തെ യൂസേജിന് ശേഷം ഇത് തന്നെത്താനെ നമ്മുടെ വേർപ്പ് അങ്ങനത്തെ വെള്ളം അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കാരണം തന്നെത്താനെ പൊരിഞ്ഞു വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് നമ്മൾ റബ്ബറിൻ്റെ മേളിൽ ബ്ലേഡ് ഇട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു വരത്തില്ലേ, ആ ഒരു രീതി. അത് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ KTMൻ്റെ ഹാൻഡിൽ ഗ്രിപ്പ് എടുത്ത് ഇടുകയായിരുന്നു. മച്ച് ബെറ്റർ എന്ന് പറയാം. അടുത്തതായിട്ട് ഈ മോഡൽ ബൈക്കിൽ എനിക്കിഷ്ടപ്പെടാവുന്നത് ഇതിൻ്റെ സ്റ്റോക്ക് റിയർ വ്യൂ മിററാണ്. അതും പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ബജാജിൻ്റെ ആദ്യകാല ബൈക്ക് തൊട്ടേ വന്നിരുന്ന സെയിം റിയർ വ്യൂ മിററാണ് 17 മോഡൽ ഡോമിനറും കൊടുത്തിരുന്നത്. എനിക്ക് തോന്നുന്നു 18 മോഡലിനും സെയിം മിറർ തന്നെയായിരുന്നു. 19-ലാണ് ഈ മോഡൽ മിറർ വന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് കാറ്റിൻ്റെ ഒരു ശക്തി. വണ്ടി ഒരു ക്രൂയിസിങ് സ്പീഡിലോട്ടൊക്കെ കയറി കഴിയുമ്പം കാറ്റിൻ്റെ ഒരു ശക്തി കൊണ്ട് ഈ ഒരു പോർഷൻ തന്നെത്താൻ ഇങ്ങനെ വളഞ്ഞു വരുമായിരുന്നു. അത് നമ്മൾ എത്ര ഇവിടുത്തെ ടൈറ്റ് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞാലും നല്ല ഒരു 90-നൊക്കെ മേളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര പ്രഷർ കൊണ്ട് ഇത് തന്നെത്താൻ ഇങ്ങനെ മടങ്ങി വരും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിലോട്ടുള്ള ഒന്നും കാണത്തില്ല. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഏത് സമയം ഇങ്ങനെ നേരെ വെച്ചുകൊണ്ടിരിക്കണം. അതൊക്കെ കൊണ്ട് ഒരു 1.5 കൊല്ലം ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി. അത് ഞാൻ KTMൻ്റെത് വെച്ച് നോക്കിയപ്പം ഏകദേശം സെയിം സിറ്റുവേഷൻ തന്നെയാണ്, എന്നാലും കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഫീൽ ചെയ്തു. പിന്നെ 2019 മോഡൽ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ഉടനെ പോയി ഇത് മേടിക്കുകയായിരുന്നു. ഇത് മേടിച്ച് വെച്ചതും ചെറിയൊരിതുണ്ട്. നമുക്ക് പഴയ യോർക്കിൽ പുതിയത് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെയർ യൂണിറ്റായിട്ടേ നമുക്ക് മാറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ഏകദേശം 1300-ഓളം രൂപ അന്നായിരുന്നു. ഇപ്പോഴത്തെ റേറ്റും ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഏകദേശം 3500 രൂപയോളം വരുന്നുണ്ടെന്നാണ് അവസാനം ഞാൻ ഷോറൂമിൽ ചെന്ന് അന്വേഷിച്ചപ്പം അറിയാൻ സാധിച്ചത്. അടുത്തതായിട്ട് എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാഞ്ഞത് ഈ വണ്ടിയുടെ മീറ്റർ കൺസോളാണ്.
ഒരു ഡോമിനർ ഓണർ അല്ലാത്തവർക്കാണ് ഞാനിപ്പോൾ പറയുന്നത്. ഈ വണ്ടിക്ക് മെയിനായിട്ട് 2 ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒന്ന് മെയിൻ ഡിസ്പ്ലേ, അതിൽ സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, ഫ്യൂവൽ ഗേജ്, ടൈം, ഓഡോമീറ്റർ ആണ് വരുന്നത്. സെക്കൻഡ് ഡിസ്പ്ലേയിൽ ബജാജിൻ്റെ ലോഗോയും പ്ലസ് ഇൻഡിക്കേഷൻ ലൈറ്റ്സുമാണ്, അല്ലെങ്കിൽ വാർണിംഗ് ലൈറ്റ്സ് എന്നും പറയാം. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് വാർണിംഗ് ലൈറ്റ്സ് എപ്പോഴും മെയിൻ ഡിസ്പ്ലേയിൽ വരുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് 1 അല്ല 2 സെക്കൻഡിൽ കൂടുതൽ നമുക്ക് റോഡിൽ നിന്നും കണ്ണ് മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ മാറ്റി കഴിയുമ്പോൾ പല രീതിയിലുള്ള ആക്സിഡൻറ്റ്സ് ഉണ്ടാകും. അപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ലൈറ്റ് അങ്ങനത്തെ വാർണിംഗ് എന്തെങ്കിലും കത്തി കിടക്കുകയാണ്, നമ്മളത് ശ്രദ്ധിക്കാതെ കണ്ടിന്യൂസ് വണ്ടി ഓടിച്ചു പോകുന്നു, ഇടയ്ക്ക് വണ്ടി നിന്നു പോവും, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ലൈറ്റ് കത്തി കിടപ്പുണ്ട്, നമ്മളത് കാണുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ ഇത്രയും താഴത്തേക്ക് മാറുകയാണ്. 1 സെക്കൻഡൊക്കെ ഓക്കെ, പക്ഷെ നമ്മളൊരു എന്താ പറയുക, കണ്ടിന്യൂസ് റൈഡൊക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങനെ ഇടയ്ക്കൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല. നമ്മളെപ്പോഴും റോഡ് ഫോക്കസ്ഡ് ആയിരിക്കണം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് ഞാൻ ഫോട്ടോഷോപ്പിൽ ചെയ്തെടുത്ത ഒരു ഇതാണ്. അതായത് പഴയ മോഡൽ ലൂമിനറിൻ്റെയും പുതിയ മോഡൽ ലൂമിനറിൻ്റെയും മീറ്റർ കൺസോള് കമ്പാരിസൺ ചെയ്ത് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടെയൊക്കെ സാറ്റിസ്ഫൈ ആകുന്ന രീതി ആയിരുന്നു അല്ലെങ്കിൽ ആയിരിക്കും എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. അടുത്തതായിട്ട് എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറയുന്നത്, ഈ മോഡൽ ഡോമിനറിൽ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ നോർമലി വണ്ടി ഓടിക്കുമ്പം നമ്മൾ ടോപ്പ് ഗിയറിലാണെങ്കിൽ പോലും നമ്മൾ പിന്നെയും ഗിയർ അപ്പ് ചെയ്യാറുണ്ട്. അത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു ടെൻഡൻസിയാണ്. നമ്മളിപ്പം ടോപ്പ് 5th-ലാണെങ്കിലും 6th-ലാണെങ്കിലും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം പിന്നെ നമ്മൾ അപ്പ് ചെയ്യും. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണെന്നുള്ളതാണ്. അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള റിക്വസ്റ്റ് മൂലമായിരിക്കണം 19 മോഡലിൽ ബജാജ് ഈ സെക്കൻഡ് ഡിസ്പ്ലേയിൽ ഗിയർ ഷിഫ്റ്റിംഗ് ഇൻഡിക്കേറ്റർ പ്രൊവൈഡ് ചെയ്തിരുന്നു. അതും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഡിസൈനിങ് ആയിരുന്നു. അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് മെയിൻ ഡിസ്പ്ലേയിലും വരുന്നത്. അപ്പോൾ അവർക്ക് പറ്റുമായിരുന്നു മെയിൻ ഡിസ്പ്ലേയിൽ ആദ്യമേ ഇൻബിൽറ്റ് ചെയ്യാൻ. എല്ലാ അപ്ഡേറ്റും കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം ഒരു വണ്ടിക്ക് 2 ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, ഒന്ന് താഴെ ഒന്ന് മേളിൽ. അടുത്തതായിട്ട് എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാഞ്ഞത് ഈ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റിയാണ്. 13 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി. ഞാൻ ഈ വണ്ടി ഫസ്റ്റ് ടൈം കാണുമ്പം ഒരു 17 അല്ലെങ്കിൽ 18+ ഒക്കെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ 13 ഉള്ളൂ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു ആദ്യമത്തെ സമയങ്ങളിൽ. പക്ഷേ മൈലേജിൻ്റെ കാര്യം വന്നപ്പോൾ ഞാൻ അതിലൊരു എക്സ്റ്റെൻഡ് വരെ സാറ്റിസ്ഫൈ ആയിരുന്നു. എന്നിരുന്നാലും 13 ലിറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു 11.5 ആണ് യൂസബിളായിട്ട് ഉള്ള ഫ്യൂവൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വറ്റിച്ചിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂൽ ഫിൽറ്ററിന് അങ്ങനത്തെ സംഭവം ഇൻറ്റേർണലുള്ള ഇലക്ട്രോണിക് ഐറ്റംസിനൊക്കെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഒരു 15 ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ടാങ്കിൻ്റെ ഒരു ലുക്ക് വെച്ച് 13 ലിറ്റേഴ്സ് പോരാന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്തതായിട്ട് എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാഞ്ഞത് ഇതിൻ്റെ പില്ലിയൻ സീറ്റാണ്. സാധാരണഗതികളിൽ നോർമൽ ബൈക്കുകൾക്കൊക്കെ ഏത് ബൈക്കിനാണെങ്കിലും റൈഡർ സീറ്റിൻ്റെ അത്രയും കംഫർട്ട് പില്ലിയൻ സീറ്റിന് കാണത്തില്ല. എന്നിരുന്നാലും ടൂറിങ് ബൈക്ക് എന്ന് പറഞ്ഞ് ഇറക്കിയിട്ട് പില്ലിയൻ സീറ്റിൻ്റെ കംഫർട്ട് ഇച്ചിരി കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പം നിങ്ങളൊരു പില്ലിനെ വെച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇച്ചിരിയും കൂടെ സ്പോഞ്ചി ആയിട്ടുള്ള സീറ്റോ അല്ലെങ്കിൽ ഈ റൈഡ് ഓൺ എയർ പോലത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലേ കുറച്ചും കൂടെ കംഫർട്ടബിൾ റൈഡ് തരത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അടുത്തതായിട്ട് എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാഞ്ഞത് ഈ വണ്ടിക്ക് ഒരു 4 ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു ലോ സെഗ്മെൻറ്റ് വണ്ടികൾക്ക് വളരെ അപൂർവമാണ് 4 ഇൻഡിക്കേറ്റർ. എന്നിരുന്നാലും കുറച്ച് കാലങ്ങൾക്ക് ശേഷം, അതായത് 2018 ആയി കഴിഞ്ഞപ്പോൾ ഒരുവിധം സ്കൂട്ടറുകളിൽ പോലും 4 ഇൻഡിക്കേറ്റർ വന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടും 19 മോഡലിലും 20 മോഡലിലും ഒന്നും അവർ 4 ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുമില്ല. നമ്മൾ നോർമലി ഒരു വണ്ടി മേടിച്ച് കഴിയുമ്പം എല്ലാവരും ആദ്യമേ ചെയ്യുന്നത് പുറത്തു പോയി ഒരു 4 ഇൻഡിക്കേറ്റർ എക്സ്റ്റേണലായിട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാമായിരുന്നു ഈ ഒരു മോഡലിലും, അല്ലെങ്കിൽ ഈ മോഡലില്ലെങ്കിൽ ഇത് കഴിഞ്ഞ് വന്ന മോഡലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമായിരുന്നു.
ഹസാർഡ് ലൈറ്റ് അല്ലെങ്കിൽ ഫോർ ഇൻഡിക്കേറ്റർ എല്ലാവർക്കും ഉപകാരപ്പെടത്തില്ല. നോർമലി എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസിലൊക്കെയാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ റൈഡിങ് കൾച്ചേഴ്സൊക്കെ മാറിക്കഴിഞ്ഞപ്പം ലോങ് റൈഡ്സ് പോകുന്നവരും അല്ലെങ്കിൽ ഗ്രൂപ്പ് റൈഡ് ചെയ്യുന്നവരും ഒക്കെ ഈ ഒരു മെക്കാനിസം യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അടുത്തതായിട്ട് എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാനുള്ളത് ഈ വണ്ടിയുടെ ബാക്ക് ബ്രേക്കിംഗ് ആണ്. നിങ്ങൾക്കറിയാം ഈ വണ്ടി ഒരു ഡ്യുവൽ ചാനൽ ABS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ ആ ഒരു പെർഫോമൻസ് ബാക്ക് ബ്രേക്കിങ്ങിൽ നിന്ന് ഒട്ടും തന്നെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു പമ്പ് വരുന്നുണ്ട്. ആ പമ്പിന് കംപ്ലൈൻറ്റ് വരുന്നതായിട്ട് പല ഡോമിനർ ഓണേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്. പേഴ്സണലി ഞാനും അത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അത് ഒരു പോരായ്മയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാവുന്നത് ഈ വണ്ടിയുടെ വൈബ്രേഷൻസ് ആണ്. മെയിനായിട്ടും മിററിൻ്റെ ഭാഗത്തുനിന്ന്, അതുപോലെ ഹാൻഡിൽ ബാർ, ടാങ്ക്, റിയർ ഫുഡ് റെസ്റ്റ്, ഈ മെയിൻ സ്പോട്ടുകളിലാണ് വൈബ്രേഷൻസ് എനിക്ക് കൂടുതലും അനുഭവപ്പെട്ടിട്ടുള്ളത്. 19 മോഡൽ ഡോമിനറിൻ്റെ മിറർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പം ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്തു നിന്നുള്ള വൈബ്രേഷൻസ് ഒരു 90-95% എനിക്ക് കുറയ്ക്കാൻ സാധിച്ചു. അതുപോലെ ടാങ്കിൻ്റെ ഭാഗത്തുള്ള വൈബ്രേഷൻസ് സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞ് ഇവരോട് ചോദിച്ചപ്പം കംപ്ലൈൻറ്റ് ഇതുപോലെ കസ്റ്റമേഴ്സ് പറയുന്നുണ്ട്. അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് 3Mൻ്റെ ഡബിൾ സൈഡഡ് ടേപ്പ് വെച്ച് ആ വൈബ്രേഷൻസ് കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് അതിനൊരു സൊല്യൂഷൻ. അതുപോലെ റിയർ ഫുഡ് റെസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വൈബ്രേഷൻസ് ഇപ്പോഴും മാറ്റാൻ സാധിച്ചിട്ടില്ല. അത് റിയർ പില്യനായിട്ടിരിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു ആഘാതം റൈഡിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അടുത്തതായിട്ട് എനിക്കിഷ്ടപ്പെടാനൊരു കാര്യം ഈ വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡാണ്. നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഒരു പ്ലെയിൻ സർഫസിലാണ് ഞാൻ ഈ വണ്ടി ഇപ്പം സൈഡ് സ്റ്റാൻഡ് ഇട്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ടും ചരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ നോക്കിക്കേ. അത് വളരെ ദുഃഖകരമാണ്. അത് മെയിനായിട്ടും ഇപ്പോൾ ഇങ്ങനെ അടുത്തിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് താഴെ പോകുന്ന ടെൻഡൻസി അനുസരിച്ച് നമുക്കിങ്ങനെ പിടിക്കാം. പക്ഷേ നമുക്കങ്ങനെ എപ്പോഴും കൂടെ ഇരിക്കാൻ പറ്റാത്ത രസം, നമ്മളൊരു പാർക്കിംഗ് ലോട്ടിൽ അങ്ങനെയൊക്കെ പോയി ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് സാധിച്ചിട്ട് വന്നു കഴിയുമ്പം മറിഞ്ഞു നടക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സങ്കടമായിരിക്കും. അത് പ്രധാനമായിട്ടും ലെങ്ത് ഇല്ല, അതുപോലെ തന്നെ ബേസിന് വിട്ടുമില്ല. ഈ രണ്ട് പ്രോബ്ലവും പുതിയ ഡോമിനറിൽ അവർ സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് ആദ്യമേ ചെയ്യാമായിരുന്നു. ഇതൊക്കെ അവർ ഡെവലപ്പ് ചെയ്യുമ്പം എന്ത് പ്രൈസ് ഡിഫറൻസ് ആണ് വരുന്നതെന്നാണ് മനസ്സിലാകാത്തത്. അടുത്തതായിട്ട് എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാഞ്ഞത് ഈ വണ്ടിയുടെ പെയിൻറ്റ് ജോബും അതുപോലെ തന്നെ ടാങ്ക് പാഡുമാണ്. അതിലെന്ത് ഇഷ്ടപ്പെടാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയാം. കളറ് അടിപൊളിയായിരുന്നു. അതായത് ഒറ്റ നോട്ടത്തിൽ ബ്ലാക്ക് എന്നേ തോന്നിക്കത്തുള്ളൂ, പക്ഷെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയ ഒരു ബ്ലൂ ഷെയ്ഡ് കളറാണ്. പെയിൻറ്റിങ് അടിപൊളിയാണ്, പക്ഷേ പെയിൻറ്റ് ജോബ് അല്ലെങ്കിൽ അതിനുള്ള ക്വാളിറ്റി തീർത്തും കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പെട്ടെന്ന് സ്ക്രാച്ച് വീഴുന്നൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് ഫെയ്ഡ് ആകുന്നൊരു ടെൻഡൻസിയും കാണിക്കുന്നുണ്ട്. വളരെ പെട്ടെന്നാണ് ഇതിൻ്റെ സ്റ്റോക്ക് പെയിൻറ്റ് ഫെയ്ഡായത്. അതുപോലെ തന്നെ ടാങ്ക് പാഡിൻ്റെ കാര്യം പറയുമ്പം ഇതുപോലെ വൃത്തികെട്ട ഒരു ടാങ്ക് പാഡ് ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് ഫ്രീ സർവീസ് ഞാൻ പോയപ്പം ടാങ്ക് പാഡ് സെപ്പറേറ്റ് ആയിട്ട് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. അതായത് അതിന് മുമ്പ് തന്നെ അത് ടേപ്പ്, അതായത് പശ എല്ലാം പോയിട്ട് താഴെ കിടക്കുമായിരുന്നു. ഞാൻ ഫസ്റ്റ് ഫ്രീ സർവീസിന് പോയപ്പം ഇത് കയ്യിലെടുത്തുകൊണ്ട് പോകുമായിരുന്നു ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞ് ഇത് ടേപ്പ് വെച്ച് ഒട്ടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അവസാനത്തെ ഭാഗത്തേക്ക് വരികയാണ്. ഇനി എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാഞ്ഞത് ഈ വണ്ടിയുടെ ചെയിൻ്റെ സൗണ്ടാണ്. ചെയിൻ്റെ സൗണ്ട് മെലഡി, സ്വീറ്റ്, ജാസ്, റോക്ക് അങ്ങനല്ല, ഇറിറ്റേറ്റിംഗ് ആയിട്ടൊരു സൗണ്ട് ഈ ചെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എത്ര ടൈറ്റ് ചെയ്താലും പെട്ടെന്ന് ലൂസാകുന്ന ഒരു ടെൻഡൻസി ഈ ചെയിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പം മറ്റ് ബജാജ് ബൈക്ക് ഓൺ ചെയ്യുന്നവരോടും അതുപോലെ തന്നെ ഡോമിനർ ഓൺ ചെയ്യുന്നവരോടും ചോദിച്ചപ്പം കോമൺ ആയിട്ട് എനിക്ക് വന്നൊരു ഉത്തരവാണ് അത് ബജാജിൻ്റെ കുടുംബസ്വത്താണെന്നുള്ളത്. അത് സത്യമാണെന്നാണ് എനിക്കും തോന്നുന്നത്. ഞാൻ അതായത് NS, RS അങ്ങനത്തെ വണ്ടികളൊക്കെ ഓടിച്ചു നോക്കിയപ്പോഴും ഈ ഒരു ചെയിൻ്റെ സൗണ്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. അത് പുതിയ ചെയിൻ ഇടുമ്പം കുറച്ച് കുറവാണ്. ഞാൻ പ്രോപ്പറായിട്ട് ലൂബ്രിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ 500 കിലോമീറ്റർ അല്ലെങ്കിൽ 500 കിലോമീറ്ററൊക്കെ മാക്സിമം ആണ്. 500 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഞാൻ ലൂബ്രിക്കേഷൻ ചെയ്യുന്നതാണ്. എന്നിട്ടും ഈ ഒരു
ഇഷ്യൂ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ മറ്റൊരു കാര്യം. അപ്പോൾ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് എനിക്ക് ഇഷ്ടപ്പെടാനൊരു കാര്യം എന്ന് പറയുന്നത് ബെൻ പൈപ്പ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ കാണാമെന്ന് തന്നെയാണ് നോർമലി ഒരാൾക്ക് വെളിയിൽ നിന്ന് കാണുമ്പോഴും. ഒരൊറ്റ നോട്ടത്തിൽ ഇതെന്തിങ്ങനെ തുരുമ്പ് പിടിച്ചിരിക്കുന്നത് എന്നല്ലേ ഫസ്റ്റ് ഈ വണ്ടിയെക്കുറിച്ച് അറിയാത്തവർ ആലോചിക്കത്തുള്ളൂ അല്ലെങ്കിൽ ചിന്തിക്കത്തുള്ളൂ. അത് നമ്മൾ തുരുമ്പ് പിടിപ്പിച്ചോ അല്ലെങ്കിൽ മഴയത്ത് വെച്ച് തുരുമ്പായതോ അല്ല. വണ്ടി മേടിച്ച് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ വന്ന ഒരു അവസ്ഥയാണിത്. ഇങ്ങനെ വരുമെന്നുണ്ടെങ്കിൽ അവിടെ കവർ ചെയ്യാനും മാത്രമുള്ള ഇങ്ങനത്തെ ഇത് ഇച്ചിരിയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാമായിരുന്നു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസാണ്. ഇതൊക്കെ കുറ്റമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞ് ആരും തെറി പറയാനൊന്നും വരരുത്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പം ഇങ്ങനത്തെ മൈന്യൂട്ട് തിങ്സൊക്കെ ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം, ഇവൻ ഇത്രയും കംപ്ലയിൻറ്റ്സ് പറയാനാണെങ്കിൽ എന്തിനാണ് ഈ വണ്ടി എടുത്തതെന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലയിൻറ്റ്സ് ആയിട്ട് എടുക്കാതിരിക്കുക. ഇപ്പം ഞാൻ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ വണ്ടിയുടെ ഓവറോൾ പെർഫോമൻസും കാര്യങ്ങളും കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയാനേ എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും, എൻ്റെ പെർസെൻറ്റേഷൻ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ, ഓഡിയോ വീഡിയോ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ, അങ്ങനെ എന്താണെങ്കിലും നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ആസ് ഓഫ് നൗ ഇത്രയും നാൾ വന്ന കമൻസൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുക, അതിന് സൊല്യൂഷൻസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോ ഷെയർ ചെയ്താൽ ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. എൻ്റെ കണ്ടൻസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ